എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർണാടകയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വരുന്ന മാർച്ച് മാസം കർണാടക ഗവൺമെൻറ് 2.5 വർഷം തേക്കും. അപ്പോൾ ഭരണത്തിലേറുമ്പോൾ അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആദ്യത്തെ 2.5 വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി, പിന്നെ അടുത്ത 2.5 വർഷം DK ശിവകുമാർ മുഖ്യമന്ത്രി. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസ് ഹൈക്കമാൻഡിന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സിദ്ധരാമയ്യെ മാറ്റേണ്ട എന്നൊരു മനസ്സാണ്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ട് DK ശിവകുമാർ ഒരു പഴം മുന്നേറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും സിദ്ധരാമയ്യെ കേസിൽപ്പെടുത്തി, അതായത് മുട അഴിമതി കുംഭകോണത്തിൽ പെടുത്തിയത് DK ശിവകുമാർ ആണ് എന്നാണ് ഇപ്പോൾ കർണാടകയിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ മുട അഴിമതി ഉണ്ടല്ലോ, അത് മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ മൈസൂർ സിറ്റിയൊക്കെ വികസിപ്പിക്കാൻ വേണ്ടി സർക്കാർ കുറേ ഭൂമി ഏറ്റെടുത്തിരുന്നു. അപ്പോൾ ഈ ഏറ്റെടുത്ത കുറേ ഭൂമി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ മറച്ചു വിട്ടു ഈ സിദ്ധരാമയ്യ. പിന്നെ അതുമാത്രമല്ല, ഈ ചില ഭൂമികൾ ഏറ്റെടുക്കുമ്പോൾ ഈ നഷ്ടപരിഹാരം കൊടുക്കുമല്ലോ ആൾക്കാർക്ക്. അപ്പോൾ സിദ്ധരാമയ്യയുടെ ഭാര്യയുടെ പേരിലൂടെ 14 സെൻറ്റ് സ്ഥലം, ഏകദേശം ആ 14 സെൻറ്റ് സ്ഥലത്തിന് വരുന്ന വില ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്താണ്. അപ്പോൾ ഈ 14 സെൻറ്റ് ഭൂമിക്ക് സിദ്ധരാമയ്യ തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച്, അതായത് മുഖ്യമന്ത്രിയുടെ പവർ ഉപയോഗിച്ച് 54 കോടി നഷ്ടപരിഹാരം സ്വന്തം ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ അതുമാത്രമല്ല, സ്വന്തം സഹോദരൻ്റെ പേരിലുള്ള ഭൂമിക്കും ഭയങ്കര നഷ്ടപരിഹാരം കൊടുത്തു. ഇതാണ് ശരിക്കും മുട അഴിമതി. ശരിക്കും DK ശിവകുമാർക്ക് ഇത് മനസ്സിലായിരുന്നു, തന്നെ മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയില്ല. അത് മുൻകൂട്ടി കണ്ടിട്ടാണ് 1 വർഷം മുന്നേ തന്നെ മൈസൂരിലെ സ്നേഹമയി കൃഷ്ണ എന്ന് പറയുന്ന ആക്ടിവിസ്റ്റിനെ കൊണ്ട് കർണാടക ലോകായുക്തയിൽ ഒരു പരാതി കൊടുപ്പിച്ചു. അപ്പോൾ ലോകായുക്ത ഉത്തരവിടുന്നു ഈ സിദ്ധരാമയ്യെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിന് പിന്നിൽ ശരിക്കും കളിച്ചത് DK ശിവകുമാറാണ്. DK ശിവകുമാർ മനസ്സിലായി, കോൺഗ്രസ് ഹൈക്കമാൻഡിൽ തന്നെ 2.5 വർഷം കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാക്കില്ല. അത് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് DK കളിച്ചത്. ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ സിദ്ധരാമയ്യയുടെ 300 കോടിയുടെ സ്വത്ത് ED കണ്ടുകെട്ടാൻ പോകുന്നു എന്നാണ്. ചിലപ്പം ED ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പിന്നിലും കളിക്കുന്നത് DK ആണെന്നില്ല ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ DK ഉണ്ടല്ലോ, DK ഈ സിദ്ധരാമയ്യ നടത്തിയ അഴിമതിയുടെ മുഴുവൻ രേഖകളും അമിത്ഷായുടെ പക്കലെത്തിച്ചു എന്ന ഒരു കിംവദന്തി അവിടുത്തെ കോൺഗ്രസ്സുകാരനെ, അതായത് സിദ്ധരാമയ്യയുടെ ക്യാമ്പിലുള്ള കോൺഗ്രസ് MLA-മാരെന്നെ പറയുന്നുണ്ട്. DK ശിവകുമാർ കുറച്ച് നാളായിട്ട് മഠങ്ങൾ കേന്ദ്രീകരിച്ച് സന്ദർശനം നടത്തുന്നു, ഹൈന്ദവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സന്ദർശനം നടക്കുന്നു, മഠാധിപതികളെ കാണുന്നു, ഹൈന്ദവ നേതാക്കന്മാരെ കാണുന്നു. കഴിഞ്ഞ ദിവസം മോദിയെയും യോഗിയെയും കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് അടുത്ത് തന്നെ ഉണ്ടല്ലോ, ഈ ED സിദ്ധരാമയ്യ അറസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ 300 കോടി സ്വത്ത് കണ്ടുകെട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിനുവേണ്ട സകല രേഖകളും DK ശിവകുമാർ അമിത്ഷാക്ക് കൈമാറി എന്നാണ് വിവരം. ഇൻ കേസ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ മാർച്ച് മാസം സിദ്ധരാമയ്യെ മാറ്റിയിട്ട് DK ശിവകുമാറിനെ കൊണ്ടുവന്നില്ലെങ്കിൽ അമിത്ഷായുടെ സഹായം തേടിയിട്ട് അവിടെ എന്തായാലും ഒരു ഭരണമാറ്റം ഉണ്ടാവുന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഒന്നുകിൽ സിദ്ധരാമയ്യെ മാറിയിട്ട് DK ശിവകുമാർ അവിടുത്തെ മുഖ്യമന്ത്രിയാകും, കോൺഗ്രസ് മുഖ്യമന്ത്രിയാകും. അല്ലെങ്കിൽ DKയെ സപ്പോർട്ട് ചെയ്യുന്ന MLA-മാരെ ഏകദേശം 10-60-70 MLA-മാർ DKയുടെ പക്കലുണ്ട്. ബിജെപിയുടെ ഭാഗമായിട്ട് DKയെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്, ഈ കോൺഗ്രസിൻ്റെ MLA-മാർ തന്നെ അവിടെ ചോദിക്കുകയാണ്, ഇത്രയും 300 കോടി അഴിമതി ആരോപണമുള്ള ഒരാളെ എന്തിനിങ്ങനെ മുഖ്യമന്ത്രിയെ നിർത്തുന്നു? വേറെ ആരും BJP ചോദിക്കുന്നില്ല, അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളോ മറ്റു പാർട്ടികളോ ചോദിക്കുന്നില്ല. അവിടുത്തെ പാർട്ടികൾ ഇവരുടെ MLA-മാർ തന്നെ ചോദിക്കുകയാണ്, ഈ 300 കോടി ഒരു സ്കാമിൽ അലിഗേഷൻ ഉന്നയിക്കപ്പെട്ട 300 കോടിയുടെ അഴിമതി ആരോപണമുള്ള ഒരാളെ എന്തിന് മുഖ്യമന്ത്രിയായിട്ട് നിർത്തുന്നു എന്ന ചോദ്യമാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ MLA-മാർ പോലും ഉന്നയിക്കുന്നത്. അപ്പോൾ ഇപ്പം പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം എന്തായാലും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇൻ കേസ് അറസ്റ്റ് ചെയ്യട്ടെ, ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഹൈക്കമാൻഡ്. ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ഈ അമ്മയും മകനും, അതായത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുന്നതിനാണ് ഈ ഹൈക്കമാൻഡ്. ഇവർ 3 കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്. അപ്പോൾ ഇവരെ മാറ്റാൻ ഉദ്ദേശിച്ചില്ല. എന്താണെന്നറിയില്ല. അവിടുത്തെ MLA-മാർ തന്നെ ആരോപണം ഉന്നയിക്കുകയാണ്, ഇദ്ദേഹത്തെ പിടിച്ച് എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്നൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കി, കോൺഗ്രസ് എത്ര നല്ല നേതാക്കന്മാരെ, അതായത് ഈ പടുക്കിളവന്മാർക്ക് വേണ്ടിയിട്ട് എത്ര ബലിയെഴുപ്പിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. മധ്യപ്രദേശിൽ കമൽനാഥിന് വേണ്ടിയിട്ട് ജ്യോതിരാദിത്യ സിന്ധ്യ മുഖ്യമന്ത്രിയാക്കിയില്ല, ആ കിളവനെ പിടിച്ച് അവിടെ മുഖ്യമന്ത്രിയാക്കി. എന്താ ഫലം ഉണ്ടായ? 1 വർഷം കഴിയുമ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ BJP ക്യാമ്പിലെത്തി. അപ്പോൾ BJPയുടെ ഒരു സുപ്രധാനപ്പെട്ട നേതാവാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. അതേപോലെ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റിനെ 2.5 വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രിയാക്കിയില്ല. ഇതെല്ലാം അതായത് ഇവരുടെ ഉദ്ദേശം ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ ഇവർക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഈ അമ്മയും മകളും ചേർന്ന ആ ഒരു വിങ് ഉണ്ടല്ലോ, അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാലിബറുള്ള, നല്ല കപ്പാസിറ്റിയുള്ള, നല്ല കമാൻഡിങ് പവറുള്ള ഒരാളെ ഒരു CM പോസ്റ്റിൽ ഒരിക്കലും ഇരുത്തൂല. കാണുന്നില്ലേ, മധ്യപ്രദേശിൽ കമൽനാഥ് ആ കളവനെ പിടിച്ച് മുഖ്യമന്ത്രി, ഇവിടെ ഗെഹ്ലോട്ട് ഈ കളവനെ പിടിച്ച് ഇവിടെ മുഖ്യമന്ത്രിയാക്കി, ഈ കളവനെ പിടിച്ച് കർണാടകയിൽ മുഖ്യമന്ത്രിയാക്കി. അപ്പോൾ നല്ല കമാൻഡിങ് പവറുള്ള, കാലിബറുള്ള, കപ്പാസിറ്റിയുള്ള ലീഡേഴ്സിന് അവരൊരിക്കലും ടോപ്പ് പൊസിഷനിൽ ഇരുത്തില്ല. അപ്പോൾ ആ ഒരു മധ്യപ്രദേശിൻ്റെയും രാജസ്ഥാൻ്റെയും ആ ഒരു പാതയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കർണാടക പോകുന്നത്. ഇങ്ങനെ പോകുകയാണെങ്കിൽ DK ശിവകുമാർ പാർട്ടിയിൽ നിന്ന് പുറത്തു വരും. മിക്കവാറും ഒന്നുകിൽ BJPയിലോട്ട് ചേരും, BJPയുടെ ഭാഗമാകും, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് അവിടെ മുഖ്യമന്ത്രിയാകും. BJPയുടെ സപ്പോർട്ട് എന്തായാലും കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട.
അപ്പോൾ ഈ 300 കോടി അഴിമതിയുള്ള ഈ കിളവനെ വെച്ച് ഉറപ്പിക്കേണ്ട ആവശ്യം എന്താണെന്നാണ് അവിടുത്തെ MLA മാർ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ സംഭവം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അമിത്ഷായുടെ ചാണക്യ തന്ത്രമായിട്ട് കർണാടകയിലേക്ക് വരുന്നുണ്ട് അടുത്ത ദിവസം തന്നെ. മാർച്ചിന് മുന്നേ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഹൈക്കമാൻഡിന്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വന്നതിന് ശേഷം അമിത്ഷാ കർണാടകയിൽ ഇറങ്ങും. അപ്പോൾ അമിത്ഷാ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന DKക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശപ്രകാരം, അതായത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരുന്നത് വരെ മിണ്ടാതിരിക്കുക, തീരുമാനം വന്നതിന് ശേഷം എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യുക എന്നുള്ളൊരു സെറ്റപ്പിലാണ് അങ്ങനത്തെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അമിത്ഷാ DKക്ക്. എന്ത് തന്നെയാലും കാത്തിരിക്കാം. കോൺഗ്രസിനെ അവിടെ ഭരണത്തിൽ എത്തിച്ചത് ഈ DKയുടെ ചാണക്യ തന്ത്രം തന്നെയാണ്. BJP താഴെയാക്കി കോൺഗ്രസിനെ ഭരണത്തിലേറ്റിയത് ശരിക്കും ഈ DKയുടെ ഒരു കാലിബറും അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിപ്രഭാവം തന്നെയാണ് കേട്ടോ. അദ്ദേഹം നല്ലൊരു കഴിവുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള നേതാവാണ്. അദ്ദേഹത്തിന് ജനങ്ങൾ നല്ല സ്വാധീനമുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സിദ്ധരാമയെ കണ്ടിട്ടൊന്നുള്ള ആൾക്കാർ കോൺഗ്രസിനെ അവിടെ വോട്ട് ചെയ്തത് DKയെ കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ ആൾക്കാർ ഉദ്ദേശിച്ച് DK മുഖ്യമന്ത്രി ആകുമെന്നാണ്. പക്ഷേ ഈ കളവനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയല്ലോ. എന്തിനാലും കാത്തിരിക്കാം. DK എന്തായാലും BJPയുടെ ഭാഗമാകുന്നത് കാത്തിരിക്കാം. BJPക്ക് കർണാടകത്തിൽ നല്ലൊരു നേതാവിൻ്റെ അഭാവമുണ്ട്. ഈ യെദ്യൂരപ്പയ്ക്ക് ശേഷം ഒരു സ്ട്രോങ് ലീഡർ, നല്ലൊരു എന്താ പറയുക, ആഴത്തിൽ വേരുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ BJPക്ക് ഇല്ല. DK കൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും എന്നാണ് അമിത്ഷാ ഇപ്പോൾ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മാർച്ച് മാസം കർണാടക രാഷ്ട്രീയം കലങ്ങി മറിയുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഇല്ലെങ്കിൽ കലക്കി മറിക്കും അമിത്ഷായും DKയും ചേർന്ന്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.